In the meantime, we will start the session. And we already know that in the previous classes, we discussed about the Indian Constitution or Constitution of India. So, Constitution of India, we discussed about Article 1, 2, 3, 4. Then 5, 6, 7, 8, 9, 10, 11. Then after that, we started 12 and 13. ഇതിലെ ആദ്യത്തെ ഈ ഒരു സെക്ഷൻ we call it as the part 1 of the constitution, that is Union of India അല്ലെങ്കിൽ Union Territory. And this portion is we called as the part 2 of the constitution, citizenship. And this one starts from part 3 of the constitution, that is fundamental rights. Fundamental rights le രണ്ടെണ്ണം ഞാൻ പഠിച്ചു. ഓക്കെ, സോ അത് കൂടാതെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബിഗ് നോട്ട്സിൽ കുറച്ച് ടോപ്പിക്കുകൾ, ഒരു 6 ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അല്ലെ, ഫസ്റ്റ് വൺ FSSAI. ഓക്കെ, അലീന, യു നോ വാട്ട്? യെസ് പ്ലീസ്. സാർ ഒന്നുകൂടി പറയോ? ഒന്നും കേട്ടില്ല നേരത്തെ. കേൾക്കുന്നില്ല മീൻസ് ബ്രേക്ക് ആവുകയാണോ അതോ? അതെ, നേരത്തെ കുറച്ച് സ്റ്റക്ക് ആയിട്ടാണ്. ശരി, ഞാൻ വേറെ ആളോട് ചോദിച്ചു. അമൽ രാജ കേൾക്കുന്നുണ്ടോടാ അതോ ബ്രേക്ക് ആവുകയാണോ? സാർ ഞാൻ ഇപ്പൊ വന്നോളൂ, കുഴപ്പമില്ല. ശരി, ഓക്കെ, നോ പ്രോബ്ലം. അലീന കേൾക്കുന്നുണ്ടോ? യെസ് സാർ, കേൾക്കുന്നുണ്ട്. ഓക്കെ, ഭരദ്വാജ് ഒന്ന് ലീവ് ചെയ്തിട്ട് വീണ്ടും ജോയിൻ ചെയ്തോടാ, ചിലപ്പോൾ നിന്റെ നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരിക്കും. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് വി ഡിസ്കസ് അബൌട്ട് ആർട്ടിക്കിൾ 1, 2, 3, 4, which is part 1, then part 2, then part 3. One is about the union and its territory, second is about the citizenship, third is about the fundamental rights. ഇതിലെ രണ്ടെണ്ണം ആർട്ടിക്കിൾ 12 and 13 ആണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം ബിഗ് നോട്ട്സിലെ 6 ടോപ്പിക്കുകൾ പഠിച്ചു. അതിൽ ഒരെണ്ണം അല്ല ഓരോന്ന് ഞാൻ ചോദിക്കാൻ പോകണം, നിങ്ങൾക്ക് അറിയാമോ നോക്കാം. I ask one question to Alina. What is the full form of FSSAI? Alina? Food Safety and Standard Authority of India. ആദ്യം സേഫ്റ്റി ആണോ രണ്ടാമതാണോ സേഫ്റ്റി? ആദ്യം സേഫ്റ്റി. ഓക്കെ, ഫൈൻ, ഗുഡ്. ദെൻ അടുത്തത് അലീന ആൻഡോ. യെസ് സർ. ഡാഷ് ഹണ്ട് സിൻഡ്രോം. റാംസേ ഹണ്ട് സിൻഡ്രോം എന്നൊരു സാധനം ഇല്ലല്ലോ. അല്ല, റാംസേ ഹണ്ട് സിൻഡ്രോം. ഇത് വൈറസ് ആണോ ബാക്ടീരിയ ആണോ? വൈറസ്. ഏത് വൈറസ് അത്? സോസ്റ്റർ അല്ലേ? ആ വൈറസ് കോമൺലി എന്ത് അസുഖം ഉണ്ടാക്കാറുള്ളത്? അത് ഒരു ഭാഗത്തേക്ക് മുഖം ഇങ്ങനെ കോച്ചണമാതിരി. വൈറസ് സോസ്റ്ററുള്ള വൈറസ് ഇല്ലേ, ആ വൈറസ് എന്ത് അസുഖത്തിനാണ് സാധാരണ ആ വൈറസ് എന്ത് പ്രോബ്ലം ഉണ്ടാക്കാറ്? അറിയില്ല. ആ നോട്ട് ഒന്നുകൂടെ നോക്കണം കേട്ടോ. ആ അഞ്ജലി ഷാജി ഉണ്ടോ? അഞ്ജലി? അഞ്ജലി, ആർട്ടിക്കിൾ 12 എന്താ? 12 സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നുണ്ടോ? വെരി ഗുഡ്. ആർട്ടിക്കിൾ 11 എന്താ? 11 എന്തോ ലോ ഉണ്ടാക്കുന്ന, ആരാ ലോ ഉണ്ടാക്കുന്ന സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്? പാർലമെന്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. വിസ്റ്റീന, ആർട്ടിക്കിൾ 13 എന്താ? ജുഡീഷ്യൽ റിവ്യൂ. ഓക്കെ, ഈ 13 നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ പറഞ്ഞു. അതിൽ സുപ്രീം കോർട്ടിലും ഹൈക്കോർട്ടിലും നമ്മൾ 2 ആർട്ടിക്കിൾ പറയണില്ലേ, അതേതൊക്കെയാന്ന് പറയാമോ? സുപ്രീം കോർട്ട് ആർട്ടിക്കിൾ 32-ഉം ഹൈക്കോർട്ട് ആർട്ടിക്കിൾ 226-ഉം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ന്യൂ ടോപ്പിക്. അപ്പൊ 12 കഴിഞ്ഞു. അപ്പൊ നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സില് 12 to 35 ആണ് ആർട്ടിക്കിൾ വരിക. അതിൽ 12, 13 പിന്നെ 14 അങ്ങനെ പോകും. അപ്പൊ 12 കഴിഞ്ഞു, 13 കഴിഞ്ഞു. ഇനി 14 തൊട്ട് 35 വരെയാണ്.
മെയിൻലി കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്തുള്ള ആർട്ടിക്കിൾസ് ഉണ്ടാവാറ്. അപ്പൊ ഇതിലെ 14 എന്ന് പറയുന്ന സാധനം, അപ്പൊ ഇതില് ചെറിയ ഒന്ന് രണ്ട് ചെറിയ ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കിയ പിക്ചറിനെ വെച്ച് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ മനസ്സിലാവും. ഈ ഫണ്ടമെന്റൽ റൈറ്റിനെ, പാർട്ട് 3 പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റിനെ നമ്മൾ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്ന് വിളിക്കും. അപ്പൊ വേറൊന്നുമില്ല, ആൾക്കാരുടെ അവകാശങ്ങൾ എല്ലാം എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ഡയറി എന്നൊക്കെ പറയുന്നതാണ് മാഗ്ന കാർട്ട. അപ്പൊ നമ്മളോട് എക്സാമിന് ചിലപ്പോൾ ചോദിക്കും വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് കോൾഡ് ആസ് ദ മാഗ്ന കാർട്ട ഓഫ് ദ കൺട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാർട്ട് 3 ആണോ 2 ആണോ 1 ആണോ 4 ആണോ അങ്ങനെ ചോദിക്കും. സോ അത് ഏതാണ് ഓപ്ഷൻ? ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അതിന്റെ ആൻസർ. സോ ആൻസർ ഇസ് പാർട്ട് 3. അപ്പൊ ഈ പാർട്ട് 3 ആർട്ടിക്കിൾ 12 to 35 ആണെന്ന് നമുക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ പാർട്ട് 3 പറയുന്ന ആർട്ടിക്കിൾസ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന 12 തൊട്ട് 35 ആർട്ടിക്കിള് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും നമ്മൾ കടം വാങ്ങിച്ചതാണ്. സോ ബോറോഡ് ഫ്രം ദീസ് 2 പ്ലേസസ്. അത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യുന്ന പരിപാടിയുണ്ട്, ബിൽ ഓഫ് റൈറ്റ്സ്. ഈ ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ US കോൺസ്റ്റിറ്റ്യൂഷന്റെ പേര്. അപ്പൊ ബിൽ ഓഫ് റൈറ്റ്സ് US കോൺസ്റ്റിറ്റ്യൂഷനെ അവർ വിളിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അതിലെ റൈറ്റ്സ് ഇല്ലേ, ആ റൈറ്റ്സ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സിലെ റൈറ്റ്സ് എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ എളുപ്പമുണ്ട്, മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. USA നിന്നാണ് ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ ബോറോ ചെയ്തത്. ഓക്കെ, അപ്പൊ ആ പോയിന്റ് നിങ്ങൾ ഓർത്തു. അപ്പം മാഗ്ന കാർട്ട ഇത്ര ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ USA. പിന്നെ ഫ്രാൻസിൽ ചിലതുണ്ട്, ലിബർട്ടി പോലുള്ള കാര്യങ്ങൾ ഫ്രാൻസ്. ഈ 12 തൊട്ട് 35 വരെയില് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ വരുമ്പോൾ, എമർജൻസി വരുമ്പോൾ, അപ്പൊ എമർജൻസി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയുണ്ട്? 3 ടൈപ്പ് ഓഫ് എമർജൻസീസ് ഉണ്ട്. 3 എമർജൻസീസ് ആണ്. ഒന്ന് ആർട്ടിക്കിൾ 352 പ്രകാരം പറയുന്ന നാഷണൽ എമർജൻസി. രണ്ടാമത് 356 പ്രകാരം പറയുന്ന സ്റ്റേറ്റ് എമർജൻസി, അല്ലെങ്കിൽ പ്രസിഡന്റ് ഭരണം, രാഷ്ട്രപതി ഭരണം, പ്രസിഡന്റ് റൂൾ. മൂന്നാമത് 360 ആർട്ടിക്കിൾ പ്രകാരം ഇന്ത്യയിൽ ഫിനാൻഷ്യൽ എമർജൻസി പറയും. ഈ 3 എമർജൻസികൾ ഇന്ത്യയിൽ വരുമ്പോഴും ഈ ആർട്ടിക്കിൾ 13 അല്ല, ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെ ഉള്ളതിൽ ആർട്ടിക്കിൾ 20ഉം 21ഉം സസ്പെൻഡഡ് ചെയ്യാൻ പറ്റത്തില്ല, അതായത് അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതൊരു പ്രത്യേകമായ പോയിന്റ് ആണ്, അപ്പൊ അത് ഓർത്ത് വെച്ചു. അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അവൈലബിൾ ഓൺലി ടു സിറ്റിസൺസ്. നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ 12 തൊട്ട് 35 വരെയുള്ള മൗലിക അവകാശങ്ങൾ വേണമെന്ന് പറയാൻ പറ്റും. ഇന്ത്യക്കാരല്ലാത്ത ഫോറിനേഴ്സ് ഇല്ലേ, അവർക്ക് ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് അവർക്ക് കൊടുക്കില്ല, ചിലതേ കൊടുക്കുള്ളൂ. അവർക്ക് ഏതൊക്കെ കൊടുത്തേക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15, 16, 19, 21, 30. അപ്പൊ 12 വരെ തൊട്ട് 35 വരെ ഉള്ളതിൽ ഇത്രയും ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രമേ അവർക്ക് അവകാശപ്പെടാൻ പറ്റുള്ളൂ. ബാക്കിയൊന്നും അവർക്ക് അവൈലബിൾ അല്ല. ബാക്കിയെല്ലാം ഇന്ത്യക്കാർക്ക് മാത്രമായിട്ട്. അപ്പൊ എമർജൻസി വരുമ്പോഴും നമുക്ക് എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും വാലിഡ് അല്ല, 20, 21 മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കട്ടായി പോകും. പിന്നെ ഇത് USA നിന്ന് ഫ്രാൻസിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിൽ 12 തൊട്ട് 35 വരെ ഉണ്ട്. ഇതിനെ മാഗ്ന കാർട്ട എന്ന് വിളിക്കും. ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെക്കണം. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ് മൊത്തം ശരിക്കും പറഞ്ഞാല് നമ്മൾ നോക്കുവാണെങ്കിൽ 7 ഉണ്ട്. സോ 1, 2, 3, 4, 5, 6. ശരിക്കും ഞാൻ പറഞ്ഞ എന്താ, 7 ഉണ്ടെന്നാണ്. സോ ഹൗ മെനി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ദെയർ ഒറിജിനലി എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ ആൻസർ 7. റൈറ്റ് നൗ എത്ര ചോദിച്ചാൽ നിങ്ങളുടെ ആൻസർ 6. കാരണം എന്താ, 7ാമത്തേത് ദാറ്റ് ഈസ് റൈറ്റ് ടു പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്തു, റിപ്പീൽ ചെയ്തു. റിപ്പീൽ മീൻസ് ഒഴിവാക്കി അല്ലെങ്കിൽ റിമൂവ് ചെയ്തു എന്ന് ഉദ്ദേശിക്കും. അപ്പം ആർട്ടിക്കിൾ 1 to 7 വരെ ഉണ്ട്. അതിൽ 1 to 6 വരെ വർക്ക്ഔട്ട് ആവുന്നുള്ളൂ. 7ാമത്തേത് ഒഴിവായി പോയി. 7ാമത്തെ ഒഴിവാക്കിയത് റൈറ്റ് ടു പ്രോപ്പർട്ടി ആണ്, റിപ്പീൽ ആയി. അപ്പൊ ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി ഏത് വർഷമാണ് ഒഴിവാക്കി പോയെന്ന് എക്സാമിന് ഞാൻ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അമെന്റ്മെന്റിൽ നമ്മൾ ഒരു അമെന്റ്മെന്റ് പഠിച്ച് ഓർക്കുന്നുണ്ടോ? 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 1976. ഇത് കഴിഞ്ഞിട്ട് 43 വന്നു. അതിനുശേഷം 44 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 1978.
ഈ 44ാമത്തെ 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് 1978 ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന ഭാഗം കട്ട് ചെയ്ത് കളയുന്നത്. അപ്പം 1978 ഇത് കട്ട് ചെയ്തു. അതുവരെ 78 വരെ ആ വർഷം വരുന്നിടം വരെ ഇന്ത്യയിൽ എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു? 7 ഉണ്ടായിരുന്നു. 1978 ശേഷം അത് എത്ര ചുരുങ്ങി? 6 ചുരുങ്ങി. സോ അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ അതുപോലെ ഇതിപ്പോ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇപ്പം നോക്കിക്കേ 7 നിന്ന് 6 ചുരുങ്ങി. എന്നാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടി പഠിപ്പിക്കാൻ പോകണേ ഉള്ളൂ, എന്നാലും പറയാം. ഫണ്ടമെന്റൽ ഡ്യൂട്ടി 10 ആദ്യം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 11 കൂടി. അവിടെ ഒരെണ്ണം കൂടി, ഇവിടെ ഒരെണ്ണം കുറഞ്ഞു എന്ന് ഓർത്തു വെച്ചു. അപ്പൊ ഈ പറഞ്ഞ 7 ഒരെണ്ണം റൈറ്റ് ടു പ്രോപ്പർട്ടി നമ്മൾ കളഞ്ഞു എന്ന് പറഞ്ഞു, അത് നമ്മൾ മനസ്സിലാക്കി. ബാക്കി 6 ആദ്യത്തേത് റൈറ്റ് ടു ഇക്വാലിറ്റിയാണ്. തുല്യതയെ കുറിച്ച് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ എവിടെയൊക്കെ സ്ഥലങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ, തുല്യതയെ കുറിച്ച് നമ്മൾ പറയുന്ന സ്ഥലങ്ങൾ 14 തൊട്ട് 18 വരെയാണ്. അപ്പൊ ഏതൊക്കെയാ? 14, 15, 16, 17, 18. അവിടെ എന്താ സംസാരിക്കുന്നത്? ഈക്വാലിറ്റി, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്, അതാണ് പറയുന്നത്. 14 എല്ലാം നോക്കണം, 1 by 1 നോക്കാം. ഇനി അടുത്ത രണ്ടാമത്തെ സെറ്റ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്. ഫ്രീഡം അത്രയാ? 19, ആർട്ടിക്കിൾ 19, 20, 19, 20, 21, 20. അപ്പൊ അത് ഓരോന്നായിട്ട് നോക്കാനുണ്ട്. ഇനി ചൂഷണം ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അതിനെ എതിർക്കണം എന്ന രീതിയിലുള്ള ഒരു റൈറ്റ് ഉണ്ട്. ദാറ്റ് ഇസ് റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. 23, 24 രണ്ടെണ്ണം. 23 and 24. അപ്പൊ നിങ്ങൾക്കറിയാം, മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ ഈ മറ്റേ ചൈൽഡ് ലേബർ, കുഞ്ഞുപിള്ളേരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്തായി? അത് ഒക്കെ മൗലികാവകാശം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേഷൻ ആയതുകൊണ്ട് അങ്ങനെയുള്ള ചൂഷണങ്ങളൊന്നും പറ്റില്ല. അടുത്ത 4ാമത്തേതാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. എനിക്ക് എന്റെ രാജ്യത്ത് ഏത് മതവും സ്വീകരിച്ച് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം. അപ്പൊ ഏതൊക്കെയാ? 25, 26, 27, 28. ഓക്കെ, ഇവിടെ 23, 24 മാത്രം. അടുത്തത് 28 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ഓക്കെ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ് 29, 30. ദെൻ അതായത് എന്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ എന്റെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങൾ. അപ്പൊ ഈ 5, അപ്പൊ 1, 2, 3, 4, 5 ഞാൻ പറഞ്ഞു. 5ന്റെ അകത്ത് സബായിട്ട് കുറെ എണ്ണം ചെറുതുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ആരെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അത് സോൾവ് ചെയ്യാനും നമുക്കൊരു സംഭവം വേണ്ടേ? ഉണ്ട്. അതാണ് 6ാമത്തേത്. ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഭരണഘടനാപരമായിട്ടുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ എന്താ പറയാ, പരിഹാരങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അത് ആർട്ടിക്കിൾ 32 വരെയാണ്. 32. അപ്പൊ 29, 30, പിന്നെ 31 കട്ട് ചെയ്ത് കളഞ്ഞു. 32 ആ 32 എന്ന് പറയുന്ന ആ ഏരിയയില് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് നമ്മൾ പറഞ്ഞു. ആ റെമഡീസ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ റിറ്റ്സ് എന്നാ പറയാ. റിറ്റുകൾ. അത് എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. ഒന്ന് ഏതാ? ഹേബിയസ് കോർപ്പസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 2 മാൻഡമസ്, 3 പ്രൊഹിബിഷൻ, 4 സെർഷ്യോറാറി, 5 കോവാരണ്ടോ. ഒന്നുകൂടെ പറയാം. ഹേബിയസ് കോർപ്പസ്, ഒരാളെ കാണാനില്ലാത്തയാളെ ഇന്നയാളുടെ കയ്യിലുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്, അതുകൊണ്ട് അയാളെ ഞാൻ പറയുന്ന ആളുടെ വീട്ടിൽ ചെന്ന് കണ്ടുപിടിച്ച് തരണം എന്ന് കോടതിയിൽ നമ്മൾ പോയി കരഞ്ഞു പറയുക. അപ്പൊ കോടതി പറയും, പോലീസുകാരെ വിട്ടിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആ ആളെ പിടിച്ചുകൊണ്ടുവന്ന് എന്റെ അടുത്ത് തിരിച്ചു വിടും. അതിനാണ് ഹേബിയസ് കോർപ്പസ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ടു ഹാവ് ദ ബോഡി, ശരീരം വേണം. അപ്പം കാണാനില്ലാത്ത ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫണ്ടമെന്റൽ റിറ്റ് ആണ് ഹേബിയസ് കോർപ്പസ്. അടുത്താണ് മാൻഡമസ്. മാൻഡമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഗവൺമെന്റ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ചില ആൾക്കാര് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങൾ അവർ ഉദ്ദേശിച്ച രീതിയിൽ ജോലികൾ ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോ ഒരു വില്ലേജ് ഓഫീസിൽ പോയി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ പോയി. ആ ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ഒരു സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ എന്നെ വെറുതെ നാളെ വാ, മറ്റന്നാ വാ, അങ്ങനെ പറയുന്നു. അപ്പൊ എന്നെ അങ്ങനെ അവർ പറ്റിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പം അവര് ജോലി ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഗവൺമെന്റ് സ്ഥാപനത്തിലുള്ള ആൾക്കാരെ കൊണ്ട് അവരുടെ ജോലി ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും, ഈ 2 കോടതിയിലേ പറ്റുള്ളൂ, സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പോയി വാങ്ങിക്കാൻ പറ്റും
വരുന്ന ഒരു റിറ്റിനെയാണ് അല്ലെങ്കിൽ ഒരു ഓർഡറിനെയാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, എന്റെ സൗണ്ട് കേൾക്കണ്ടോ സംശയം ക്രോസ് ചെക്ക് ചെയ്തോട്ടെ. ക്രിസ്ത്യൻ, എന്റെ സൗണ്ട് ഓഡിബിൾ ആണോ? സർ കേൾക്കുന്നുണ്ട്. കേൾക്കാവിടെ? കേൾക്കാം സർ. അജിയോ? സാറ് കേക്കാം. ഓക്കെടാ. ഇവിടെ ഹെവി റെയിനിങ്, ദാറ്റ്സ് വൈ. ആതിര? കേൾക്കാം. രണ്ടാതിരുണ്ട്. ഓക്കെ, ശരി, രണ്ടാതിരും കേൾക്കാം. വെരി ഗുഡ്. മെരിയ? രത്തൻ കേൾക്കാമോടാ? കേൾക്കാം സർ. ഓക്കെ. യമുന? കേൾക്കാം സർ. ഇവിടെ പെട്ടെന്ന് ഭയങ്കര മഴ, ദാറ്റ്സ് വൈ. ഓക്കെ, കണ്ടിന്യൂ. അപ്പൊ ഇവിടെ നോക്കൂ, ഹേബിയസ് കോർപ്പസ്, ഒരാളെ കാണാനില്ല. അപ്പൊ ഈ റിറ്റുകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന് എന്തെങ്കിലും വയലേഷൻസ് വന്നാൽ കോടതിക്ക് ഇടപെട്ട് അതിൽ സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. അതിനെയാണ് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾ അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയാം. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് 5 എണ്ണമാണ്. ഈ 5 എണ്ണം നമുക്ക് വേണമെങ്കിൽ സുപ്രീം കോടതിയിലോ പോയി, ഒന്നെങ്കിൽ സുപ്രീം കോടതി പോയി ചോദിക്കണം, ഇല്ലെങ്കിൽ ഹൈക്കോടതി പോയി ചോദിക്കണം. അപ്പം ഹൈക്കോടതിയിലാണ് പോയി ചോദിക്കണമെങ്കിൽ നിങ്ങൾ ആർട്ടിക്കിൾ 226 പ്രകാരം ചോദിക്കണം. സുപ്രീം കോടതിയിലാണ് പോയി ചോദിക്കണമെങ്കിൽ നിങ്ങൾ ആർട്ടിക്കിൾ 32 പ്രകാരം ചോദിക്കണം. ഇത് രണ്ടും നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂവിലാണ് നമ്മൾ ഈ കാര്യം ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ആർട്ടിക്കിൾ 13 ഇങ്ങോട്ടൊരു കണക്ഷൻ കിടക്കുന്നത് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, സോ വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇത്രയും നേരം ഞാൻ സ്ക്രീനിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ റിവൈസ് ചെയ്യാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. നമ്മളിപ്പം നോക്കുന്നത് പാർട്ട് 3 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പാർട്ട് 3 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് ഓർത്തു വെക്കാനുള്ളത്? ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നമ്മൾ ഓർത്തു വെച്ചിട്ട് ഇറ്റ് ഈസ് ദ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ. പിന്നെ ഇതില് ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെ ഉണ്ട്. ഒരു മിനിറ്റ്, 12 തൊട്ട് 35. അതിൽ 12ഉം 13 എന്താണെന്ന് ഓൾറെഡി നോക്കി. പിന്നെ ഇത് എവിടുന്ന ബോറോ ചെയ്തേക്കണേ? USA-ൽ നിന്ന്, ഇല്ല ചിലത് ഫ്രാൻസിൽ നിന്ന്. ഈ 12 തൊട്ട് 35 വരെയുള്ള ഈ പറഞ്ഞ ആർട്ടിക്കിളുകൾ ഇന്ത്യയിലെ എമർജൻസി വരുമ്പോൾ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. പക്ഷെ ഏതൊക്കെ ഉണ്ടാവുള്ളൂ? 20ഉം 21ഉം ഉണ്ടാവും, ബാക്കിയെല്ലാം ഒഴിവായി പോകും. അപ്പൊ ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് പഠിക്കുവാണ് എന്താണ് എമർജൻസി. എമർജൻസി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു പ്രത്യേക അവസ്ഥ അല്ലെങ്കിൽ അടിയന്തരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം അടിയന്തരമായ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ പോവാണ്. അത് ഏതൊക്കെ രീതിയിൽ പോകാൻ പറ്റുന്നുണ്ട്? 3 രീതിയിൽ, അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 352, 356, 360. അപ്പൊ ഒരു രാജ്യം മുഴുവൻ ഫുൾ അടിയന്തരാവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ നാഷണൽ എമർജൻസി എന്ന് പറയും. ദാറ്റ് ഈസ് 352. എന്നാൽ ഇന്ത്യയിലെ മുഴുവൻ പോകുന്നില്ല, പകരം ഏതെങ്കിലും ചെറിയ ഭാഗങ്ങൾ മാത്രം, ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്നതെങ്കിൽ അതിനെയാണ് സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം അഥവാ പ്രസിഡന്റ് റൂൾ എന്ന് പറയും. പിന്നെ ഇന്ത്യയില് ഗവൺമെന്റ് കടം കയറി മുടിഞ്ഞ് കുത്തുവാളെ എടുത്ത് നിൽക്കുവാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഫിനാൻഷ്യൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 360. ഇങ്ങനെ 3 എമർജൻസി ഉണ്ട്. ഈ എമർജൻസി വരുമ്പോഴൊന്നും ഇന്ത്യയിൽ എന്താണ് ആർട്ടിക്കിൾ 20-ഓ 21-ഓ തൊടാൻ പറ്റില്ല. പക്ഷെ ബാക്കിയുള്ള ഇന്ത്യക്കാരുടെ മൗലിക അവകാശങ്ങളെല്ലാം ഇല്ലാതാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ഉണ്ടോ? ഉണ്ട്. ഇന്ത്യക്കാരാണെങ്കിൽ സിറ്റിസൺസിന് എല്ലാവർക്കും ഇത് അവൈലബിൾ ആണ്. പക്ഷെ എല്ലാ ഫോറിനേഴ്സിനും ഇല്ല. ഫോറിനേഴ്സിന് ആകെ അവൈലബിൾ ആയിട്ടുള്ളത് 15, 16, 19, 29, 30 ഇത്രയും മാത്രമേ ഫോറിനേഴ്സിന് ഉള്ളൂ. ബാക്കിയൊന്നും അവർക്കില്ല. ഇത്രയാണ് ഇൻട്രോ നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിനുശേഷം ഞാൻ നിങ്ങളോട് ചോദിച്ചു ഇന്ത്യയിൽ എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് പണ്ട്. അപ്പൊ പണ്ട് എത്ര എണ്ണം ചോദിച്ചാൽ നിങ്ങൾ പറയും 7 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ എത്ര എണ്ണം ചോദിച്ചാൽ നിങ്ങൾ പറയും ഇപ്പം 7 എണ്ണം ഇല്ല, ഒരെണ്ണം ഒഴിവായി പോയി, ഇപ്പൊ 6 എണ്ണേ ഉള്ളൂ. ഓക്കെ, സോ 1, 2, 3, 4, 5, 6. അപ്പൊ 7ാമത് ഒഴിവായി പോയതിന്റെ പേരെന്താണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി റിപ്പീലായി. ഓക്കെ, പ്രോപ്പർട്ടി ഒഴിവായി പോയി. അപ്പൊ അത് ഏത് വർഷമാണ് ഒഴിവായി പോയത്? എല്ലാരും പെട്ടെന്ന് വിചാരിക്കും അത് 42ാമത്തെ അമെന്റ്മെന്റ്,
1976 പ്രകാരമാണ് പോയത്. എന്നാൽ അല്ല, അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് പിള്ളേർ തെറ്റിച്ചാണ്. നിങ്ങൾക്ക് തെറ്റാൻ പാടില്ല. റൈറ്റ് ടു പ്രോപ്പർട്ടി ഒഴിവാക്കിയത്, റിപ്പീൽ ചെയ്തത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തല്ല, 76-ലല്ല, അതിനുശേഷം വന്ന ജനതാ ഗവൺമെന്റിന്റെ കാലത്താണ് 1978 44th ഭരണഘടനാ ഭേദഗതി ബിൽ അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്. ഇത്രയാണ് റൈറ്റ് ടു പ്രോപ്പർട്ടിയിൽ നമ്മൾ ഓർത്തു വെക്കുന്നത്. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാ നോക്കി. അപ്പൊ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണുള്ള? 1 റൈറ്റ് ടു ഇക്വാലിറ്റി, 2 റൈറ്റ് ടു ഫ്രീഡം, 3 റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, 4 റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, 5 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്, 6 റെമഡി പരിഹാരങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്. അപ്പൊ അതിൽ എത്ര ഇക്വാലിറ്റി ഉണ്ട്? ആദ്യത്തെ ഇക്വാലിറ്റിയില് 15, 14, 15, 16, 17, 18 5. എന്നാൽ ഫ്രീഡം ഓഫ് 19, 20, 21, 22 4 ഫ്രീഡം. എക്സ്പ്ലോയിറ്റേഷനെതിരെ അല്ലെങ്കിൽ ചൂഷണത്തിനെതിരെയോ 23, 24 2. എനിക്ക് മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് പറയാനുള്ള ഏതൊക്കെയുണ്ട്? 25, 26, 27, 28. ഓക്കെ. അടുത്തത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് 29, 30. ഓക്കെ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഇന്ന് നോക്കാനുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം. അപ്പൊ ഇത്രയാണ് ആ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളതിൽ 5. ഇനി 6ാമത്തെ ഏതാണ്? 6ാമത്തേന് പറയുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, പരിഹാരങ്ങൾ. ഈ 5 എന്തെങ്കിലും പ്രശ്നം പറ്റി നിർത്തിപ്പോയാൽ അത് പരിഹരിക്കാനാണ് 6ാമത്തേത്. 6ാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മൗലികപരമായിട്ടുള്ള ഏതെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ആ വിഷമം ആരെടുത്ത് പോയി പറയണം? ഒന്നെങ്കിൽ അത് സുപ്രീം കോടതി അടുത്ത് പോയി പറയണം, അല്ലെങ്കിൽ ഹൈക്കോടതി അടുത്ത് പറയണം. സുപ്രീം കോടതി അടുത്ത് പറയുമ്പോൾ സുപ്രീം കോടതി ചോദിക്കും, നീ എന്റെ അടുത്ത് വന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കും. നിങ്ങൾ പറയും ആർട്ടിക്കിൾ 32ന്റെ ബലത്തിലാണ് യുവർ ഓണർ. എന്നാൽ ഹൈക്കോടതി പോകുമ്പോഴോ അവർ ചോദിക്കും എന്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നിങ്ങൾ പറയും 226ന്റെ അടിസ്ഥാനത്തിലാണ് യുവർ ഓണർ. അപ്പം ആ കോടതി ചോദിക്കും, ഇത് നിങ്ങൾക്ക് ഈ ഒരു അധികാരം ഉണ്ട് എന്ന് മനസ്സിലായത് ഏത് ആർട്ടിക്കിൾ കണ്ടപ്പോഴാണ്? അപ്പൊ നിങ്ങൾ പറയും ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂവിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് യുവർ ഓണർ. ഓക്കെ. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഡീറ്റെയിൽസോ എന്തെങ്കിലും ഒരാൾക്ക് ഇല്ലാതെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ റിറ്റുകൾക്ക് വേണ്ടി ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കും. അപ്പൊ അയാൾക്ക് കിട്ടുന്ന റിറ്റുകൾ ഏതൊക്കെയാണ്? 1 ഹേബിയസ് കോർപ്പസ്, ഒരാളെ കണ്ടുപിടിക്കാൻ. 2 ജോലി ചെയ്യാത്ത ആളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ, മൻഡാമസ്. 3 പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചില ആൾക്കാർ ചെയ്താൽ ശരിയാവില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം. ചില ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ചില കാര്യങ്ങൾ ചെയ്താൽ ശരിയാവില്ല എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആ ഗവൺമെന്റ് സ്ഥാപനം അത് ചെയ്യാൻ പോവാണ്. പോകുന്ന സ്ഥാപനത്തെ നിങ്ങൾ തടയണ്ടേ? അപ്പം ആ തടച്ചിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവർക്ക് അധികാരമില്ലാത്ത മേഖലയിൽ കൂടുതൽ അധികാരം ഉപയോഗിച്ച് അവർ ആ കാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ അവരെ അതിൽ നിന്ന് തടയുന്ന, പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരു റിറ്റാണ് പ്രൊഹിബിഷൻ. പ്രൊഹിബിറ്റ് ചെയ്തിട്ട് അവരോട് പറയും, ഓക്കെ, ആ ഫയൽ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എനിക്ക് ട്രാൻസ്ഫർ ചെയ്തോ, ഇങ്ങോട്ട് തന്നേര്, ഞാൻ നോക്കിക്കോളാം. കാരണം ഞാനാണല്ലോ ഹയർ അതോറിറ്റി, വലുത്. അപ്പൊ വലിയ അതോറിറ്റി ചെറിയ അതോറിറ്റിയോട് ചോദിക്കുകയാണ്, നീ എന്ത് അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത്, നിനക്ക് എന്താ അധികാരം ഉള്ളതെന്ന് ചോദിച്ചാൽ അതിനെ കോ വാരണ്ടോ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, സുപ്രീം കോടതി ഓക്കെ കേരളത്തിലെ ഒരു സാധാരണ ഡിസ്ട്രിക്ട് കോർട്ടിനോട് ചോദിക്കുകയാണ്, നിനക്ക് അയാളുടെ പ്രശ്നം പരിഹരിക്കാൻ അധികാരം ഉണ്ടോ, അല്ലെങ്കിൽ നിനക്ക് അത് ആ പരിപാടിയിൽ ഇടപെടാനുള്ള അധികാരം ഉണ്ടോടാന്ന് ചോദിക്കും. അപ്പോ ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല, ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അധികാരം നീ ഇനി ചെയ്യണ്ടെന്ന് പറയും. അപ്പൊ നിനക്ക് അധികാരം ഉണ്ടോ എന്ന് ഹയർ ഒഫീഷ്യൽ അല്ലെങ്കിൽ ഹയർ ഓഫീസുകൾ ലോവർ ഓഫീസിനോട് ചോദിക്കും. അല്ലെങ്കിൽ ഹൈക്കോടതികൾ അല്ലെങ്കിൽ അതിലും വലിയ സുപ്രീം കോടതി സാധാരണ കോടതിയോട് ചോദിക്കുന്നതിനെയാണ് ക്വസ്റ്റ്യൻ, അല്ലെ, കോ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലേ ചോദിക്കുക എന്നുള്ള ഓർത്തിരിക്കാൻ എളുപ്പത്തിൽ അങ്ങനെ പഠിച്ചത്. അപ്പൊ കോ വാരണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അവര് പറയണം, അയ്യോ ഞങ്ങൾക്ക് അതിനുള്ള അധികാരം ഇല്ല. അപ്പൊ പറയും, എന്നാ നീ ഇനി ചെയ്യണ്ട, അതാണ് പ്രൊഹിബിഷൻ. അതിനുശേഷം ആ ഫയൽ നീ എനിക്ക് തന്നേരാ, ഞാൻ നോക്കിക്കോളാം, നിനക്ക് അത് കഴിവില്ലല്ലോ, ഞാൻ നോക്കണ്ടേ, അപ്പൊ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് എന്ന് പറയും. അതിനാണ് സെർഷ്യൂർ. അങ്ങനെ ഇന്ത്യയിൽ മൊത്തം 5 ഫണ്ടമെന്റൽ റൈറ്റ്സ് ബന്ധപ്പെട്ടുള്ള റിറ്റുകളുണ്ട്. 5 എണ്ണവും നമ്മൾ 1 by 1 ഓർത്തു. ഓക്കെ. അപ്പൊ ഞാനിപ്പോ ഇത്രയും നേരം ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഏരിയയുടെ ഒരു ഇൻട്രഡക്ഷൻ സെഷൻ ആണ് പറഞ്ഞത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട്സ് ഉള്ളവർക്ക് വേണമെങ്കിൽ മ്യൂട്ട് ചെയ്ത് ചോദിക്കാം, ഇല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി, ഐ വിൽ ആൻസർ.
ഒരു 2 minutes ഞാൻ ഇതിനു വേണ്ടി മാറ്റി വെക്കുവാണ്. By 8:30 we will switch to the current affairs. 2 minute. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടു. സാർ 5 വരല്ലേ ഇമ്പോർട്ടന്റ് HTML? ഏതാടാ? 5 അല്ലേ ഇമ്പോർട്ടന്റ്? ഓക്കെ. 6 ഇമ്പോർട്ടന്റ്. 7 ഇമ്പോർട്ടന്റ് തന്നെയാണ്. സോ ഐ വിൽ ഗിവ് യു എ യൂട്യൂബ് ലിങ്ക് ഉണ്ട്. നമ്മൾ 7ാമത്തെ ഒഴിവാക്കി പോയതിന്റെ ഞാനത് ലിങ്ക് കൂടെ ഷെയർ ചെയ്യുന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേറെ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? അതിന്റെ ഡൗട്ട്സ്? സർ അതെ, ആ പ്രൊഹിബിഷൻസ് ആ പറഞ്ഞില്ലേ, ആ അത് എന്തെങ്കിലും തെറ്റ് അത് പറയാം. പ്രൊഹിബിഷന്റെ തെറ്റ് വരാം, അല്ലെങ്കിൽ അയാൾക്ക് അധികാരം ഉള്ള ഒരു ഏരിയ ഉണ്ടാവും. ആ ഏരിയയിൽ കൂടുതലുള്ള അധികാരം അയാൾ ഉപയോഗിച്ചെന്ന് കണ്ടാൽ അയാളെ തടയണ്ടേ? ഓക്കെ. അതാ ഉദ്ദേശിക്കുന്നത്. അയാളെ തടയുവാണ്, നിനക്കത് പറ്റൂല, ഇനി എന്തിനാ ചെയ്യാൻ പോണേന്ന് ചോദിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഒരു സാധാരണ സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ SI എന്ന് പറയുന്ന ആള് മുഖ്യമന്ത്രിയെ പോയി അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് സിനിമയിലൊക്കെ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യാൻ പാടില്ല, അതാ ഉദ്ദേശം. വേറെ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? റൈറ്റ് ടു പ്രോപ്പർട്ടി റിപ്പീൽ ചെയ്ത ആർട്ടിക്കിൾ ഏതാ? റൈറ്റ് ടു പ്രോപ്പർട്ടി റിപ്പീൽ ചെയ്ത ആർട്ടിക്കിൾ അല്ല. ശരിക്കും നമുക്ക് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആർട്ടിക്കിൾ 31 റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ട്. 31 നമ്മൾ ഒഴിവാക്കി എന്നുള്ളതാണ് ശരിക്കും ഒരു സത്യം കേട്ടോ. ആരുടെ വിസ്റ്റിനല്ലേ ചോദിച്ചേ? ഇപ്പൊ ആ ഒരു ഇതില്ലേ, അങ്ങനെ ഒരു വിസ്റ്റിനെ കുറച്ചുകൂടെ ലൗഡർ പറയാം. കാരണം ഇവിടെ മഴ ആയതുകൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല ഇവിടെ, അതുകൊണ്ടാണ്. ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. റൈറ്റ് ഇല്ലേ? അതായത് ഇപ്പൊ നിലവിൽ അങ്ങനത്തെ ഒരു റൈറ്റ് ഇല്ലേ? അത് ആർട്ടിക്കിൾ മാറ്റി കഴിഞ്ഞപ്പോ വേറെ ഏതിലെങ്കിലും ആഡ് ചെയ്തിട്ടൊന്നും ഇല്ലേ? അതായത് ഇപ്പോ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ സാധനം സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇന്ത്യയില് ഒരു സ്ഥലം, എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 10 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 1978 നമ്മൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ള സാധനം ഒഴിവാക്കുന്നത്. അപ്പൊ 1978 മുമ്പ് വരെ 1977 76 ഒക്കെ ഈ 10 ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ അത് എന്റെ അവകാശമായിരുന്നു. കാരണം ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന 31 എന്ന ആർട്ടിക്കിള് ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഉള്ളിലാണ് വരുന്നത്. കാരണം 31 എന്നുള്ള നമ്പർ ഉണ്ടാവും, പാർട്ട് 3-ക്കകത്താ വരിക. അപ്പൊ അത് എല്ലാ മനുഷ്യന്റെയും മൗലിക അവകാശമാണ്. ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറി ഒരു സ്ഥലം അയാളുടെ പേരിൽ ഉണ്ടാവാന്നുള്ളത്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഗവൺമെന്റിന് മനസ്സിലായി. കാരണം എന്താ, ഇന്ത്യയിൽ ഒരു പുതിയ പാലം പണിയണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫാക്ടറി പണിയണമെങ്കിലോ പല ആൾക്കാരുടെ സ്ഥലം ചിലപ്പം നഷ്ടപ്പെടും. അപ്പൊ അത് അവർക്ക് മൗലിക ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവുമെന്ന് മനസ്സിലാക്കി അവരെന്ത് ചെയ്തു, ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്ഥലം അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് ഫണ്ടമെന്റൽ റൈറ്റ് ആക്കാൻ പറ്റില്ല എന്ന് തീരുമാനമെടുത്തു. എന്നിട്ട് അവരെന്ത് ചെയ്തു വെച്ചാല് അവരാ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള ആ ഫണ്ടമെന്റൽ റൈറ്റ് അവകാശം മാറ്റിയിട്ട് അതിനെ ലീഗൽ റൈറ്റ് മാത്രമാക്കി മാറ്റി. സോ ഇപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു സ്ഥലം വാങ്ങിച്ചാൽ ആ സ്ഥലം ഈസ് ജസ്റ്റ് എ ലീഗൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 300A. ഇതൊരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണോ ലീഗൽ റൈറ്റ് ആണോ? അപ്പൊ നിങ്ങളുടെ ആൻസർ എന്താണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് ഓൺലി എ legal right, and that legal right is explained in article 300A. ഇത്രയും ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കണം. ആർട്ടിക്കിൾ 300A. ഓക്കെ, സോ വെരി ഗുഡ്. ക്വസ്റ്റ്യൻസ് ചോദിച്ചോ. ക്രിസ്റ്റീന കഴിഞ്ഞോടാ? ഡൗട്ട് കഴിഞ്ഞാ? കഴിഞ്ഞ താങ്ക് യു എന്ന് പറഞ്ഞു. ശരി, താങ്ക് യു ലാസ്റ്റ് പറഞ്ഞേ. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ്സ് വെരി ക്ലിയർ. ഇതിന്റെ ഓരോന്ന് ഏരിയയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഞാനിപ്പോ ഈ വരച്ച് കൊളാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പടം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പിക്ചർ ആണ്. ഇത് ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചുള്ള. ഓക്കെ, അപ്പൊ ഇതിലെ ഓരോ ഏരിയയും നമ്മൾ ക്ലിയർ ചെയ്താൽ എല്ലാ എക്സാമിനും ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക പരീക്ഷകൾക്കും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനുള്ള ഏരിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് പാർട്ട് 3 നിന്നാണ്, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് നിന്നാണ്.
അതുകൊണ്ട് ഈ ഏരിയ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഇനി എന്റെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വിച്ച് ചെയ്യുവാണ്. മറ്റൊരു ഷീറ്റ് പറയാം ഞാൻ നിങ്ങൾക്ക്. 1 മിനിറ്റ്. Okay, let me share. രണ്ട് ടോപ്പിക്കാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? ഞാൻ നോക്കട്ടെ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആതിര. ഓക്കെ. മഴ കാരണം കേൾക്കാൻ പറ്റുന്നില്ല, വലിയ പ്രശ്നമാണ്. ഇവിടെയും ഭയങ്കര മഴയാണ്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നോ ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ആദ്യത്തെ ഞാൻ പറഞ്ഞ കേൾക്കാമോ? കേൾക്കണ്ട് സാർ, കേൾക്കണ്ട്. ഓക്കെ. അനുശ്രീ, അശ്വിൻ ശങ്കർ, കേൾക്കാണ്ട് സർ. അശ്വിനെ സ്ക്രീൻ കാണാമോടാ? കാണാം സർ, കാണാം. ഒരു ഗവർണർ റോൾ ഇൻ യൂണിവേഴ്സിറ്റി. ഗവർണർ റോൾ ഇൻ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. ഓക്കെ. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തില്, ദാറ്റ് മീൻസ് കഴിഞ്ഞ വെള്ളി, ശനി, കഴിഞ്ഞ വ്യാഴം, വെള്ളി, തിങ്കൾ, ഈ 3 ദിവസത്തെ തന്ന കറണ്ട് അഫയേഴ്സിന്റെ ഷീറ്റിന്റെ ഡിസ്കഷൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അത് ഇന്നല്ല, നെക്സ്റ്റ് വ്യാഴാഴ്ച തൊട്ട് നിങ്ങൾക്ക് തരുന്ന അതേ ഷീറ്റ് തന്നെ ഞാൻ ഡിസ്കസ് ചെയ്യും. സോ ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഷീറ്റുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. സോ അത് ഞാൻ ഇന്ന് വീണ്ടും ഷെയർ ചെയ്ത് തരാം. ബാക്കിയുള്ളതെല്ലാം അന്നന്ന് ആ ഒരു പ്ലാൻ, അതേ ഫോർമാറ്റിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. അതുകൊണ്ട് ഓർത്തോളൂ. അപ്പം ഇത് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ടോപ്പിക് ഇപ്പോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണ് ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് മാറ്റുക. അതായത് ഫോൺ ചെരിച്ചു വെച്ച് കഴിഞ്ഞാല് അതിന്റെ സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടെ വിശാലമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ വെച്ച് പഠിക്കുന്നതായിരിക്കും. നമുക്കറിയാം, ഇന്ന് മലയാള മനോരമയുടെ പത്രത്തില് കേരള ഗവർണർ, ഇന്നല്ല നാളെ രാവിലത്തെ പത്രം നിങ്ങൾ നോക്കിയാൽ മതി. കേരള ഗവർണർ കേരള യൂണിവേഴ്സിറ്റിയില് കുറച്ച് പേരെ അപ്പോയിന്റ് ചെയ്തു. ആ അപ്പോയിന്റ് ചെയ്ത ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ആ അപ്പോയിന്റ്മെന്റ് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു കേരളത്തിലെ ഹൈക്കോടതി ഗവർണർക്കെതിരെ എന്ന് സംസാരിച്ചെന്ന് പറഞ്ഞൊരു ന്യൂസ് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാൾ എന്നൊരു സ്ഥലത്തും വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. സാറേ. പത്രത്തില് സാറേ ഒന്നും കേട്ടില്ല സാറേ.
ഓക്കെ. ക്രിസ്റ്റീനെ എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കുമോ? ആ സർ. ഹലോ. ആക്കിക്കോ. എങ്ങനെയാന്ന് വെച്ചാ ജസ്റ്റ് എന്റെ പേരിന്റെ നേരെ മേക്ക് മീ ഹോസ്റ്റ് എന്നൊരു ഓപ്ഷൻ വരും. ഒരു മിനിറ്റ് സർ. അതായത് നമ്മുടെ പാർട്ടിസിപ്പൻസിന്റെ അവിടെ താഴെ പാർട്ടിസിപ്പൻസ് അവിടെ എടുക്കുക. അപ്പൊ എന്റെ പേര് വരും. പേരിന്റെ റൈറ്റ് സൈഡിൽ 3 കുത്ത് വരും. യെസ്, താങ്ക് യു. ഓക്കെ സർ. ഓക്കെ. ഒരു മിനിറ്റ്. Please hold on. It's going to be heavy raining here. Yeah. Yes. അപ്പൊ എല്ലാ രാജ്യങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു പ്രോബ്ലം ഉണ്ട്. അവരവരുടെ അതാത് സ്റ്റേറ്റിൽ ഉള്ള യൂണിവേഴ്സിറ്റികളിൽ ഗവർണർമാര് ഇടപെടും. അപ്പൊ ഗവർണർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇന്ത്യയിലെ ഗവർണർമാർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഓരോ സംസ്ഥാനങ്ങളുടെയും ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ്. ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചീഫ് മിനിസ്റ്റർ പോലെയല്ല ഗവർണർ. ഗവർണർ ഇലക്ഷൻ ഒന്നും നിൽക്കുന്നില്ല. ഗവർണറെ പ്രസിഡന്റ് നേരിട്ട് അപ്പോയിന്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഗവർണർമാർക്കാണ് ആ സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളുടെ ഉത്തരവാദിത്തമുണ്ട്. ഞാനിങ്ങനെ ഹൈലൈറ്റ് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും. അപ്പൊ ഈ ഓരോ സ്റ്റേറ്റിലുള്ള യൂണിവേഴ്സിറ്റികളിൽ ഗവർണർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹീസ് ദ എക്സ് ഒഫീഷ്യോ ചാൻസലർ ഓഫ് ദ യൂണിവേഴ്സിറ്റി. അപ്പൊ ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ എത്ര യൂണിവേഴ്സിറ്റി ഉണ്ടോ അത്ര യൂണിവേഴ്സിറ്റികളുടെയും ചാൻസലർ അതാത് സ്റ്റേറ്റിന്റെ ഭരണത്തിലുള്ള ഗവർണർമാരായിരിക്കും. ഓക്കെ. അപ്പൊ ഗവർണർമാരെന്ന് പറഞ്ഞാൽ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ്. ഈ പ്രസിഡന്റ് ആര് പറയുന്നത് കേൾക്കും? പ്രധാനമന്ത്രി പറയുന്നത് കേൾക്കും. അപ്പൊ ഇന്ത്യയില് പ്രധാനമന്ത്രി പറയുന്നത് പോലുള്ള ആൾക്കാരെ, പ്രധാനമന്ത്രിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രമേ അതാത് സ്റ്റേറ്റില് ഗവർണർമാരായിട്ട് അപ്പോയിന്റ് ചെയ്യൂ. ഇതാണ് അതിന്റെ പോയിന്റ്. ഓക്കെ. അപ്പം സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് അവർ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഗവർണർമാര് പ്രധാനമന്ത്രിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണ് ആ സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ കൊണ്ടുവരാൻ നോക്കുക. അപ്പൊ ആ സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റിയില് പ്രധാനമന്ത്രിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ ആൾക്കാരെ പറഞ്ഞുവിടാനോ ഒക്കെ ശ്രമിക്കും. അപ്പൊ പ്രശ്നം ഉണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നം ഇന്ത്യയില് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലും. കാരണം എന്താ? ഈ 3 സംസ്ഥാനങ്ങളും സെൻട്രൽ ഗവൺമെന്റിന്റെ ആൾക്കാര് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിൽ ആരാണോ ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ എതിർപ്പുണ്ട്. അപ്പൊ ഈ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഗവർണർ എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സ് ഒഫീഷ്യോ ചാൻസലർ. ആൻഡ് ഗവർണർ വിൽ അപ്പോയിന്റ് വൈസ് ചാൻസലേഴ്സ് ത്രൂ ഔട്ട് ദ സ്റ്റേറ്റ്. അപ്പൊ ഗവർണർ ആണ് ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്? വൈസ് ചാൻസലർമാരെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് അപ്പോയിന്റിങ് ദ വൈസ് ചാൻസലേഴ്സ്. അപ്പൊ ഈ ഒരു നോട്ടിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റുകൾ അതിന്റെ ബുള്ളറ്റ് നട്ട്ഷെല്ലായിട്ട് ഞാൻ പറഞ്ഞു വരും. നിങ്ങൾ അതിന്റെ ബാക്കി വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോട്ട് ഉണ്ടാക്കുന്നത് തെറ്റില്ല. ഈ ഹൈലൈറ്റ് ചെയ്ത ഇതേ നോട്ട് ഞാൻ അയച്ചു തരാം. അപ്പൊ യൂണിവേഴ്സിറ്റിയില് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന നോട്ടില് ഗവർണർമാരുടെ ഡീറ്റെയിലിങ്ങിനെ കുറിച്ചാണ്. അതിൽ ഏത് പഠിച്ചു? എക്സ് ഒഫീഷ്യോ ചാൻസലർ എന്താന്ന് പഠിച്ചു, ഗവർണറുടെ ഫംഗ്ഷൻ പഠിച്ചു, അപ്പോയിന്റിംഗ് വൈസ് പ്രസിഡന്റ് പഠിച്ചു. അപ്പൊ ഈ ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. അതിനെയാണ് സെൻട്രൽ ഗവൺമെന്റ് കൺട്രോൾ യൂണിവേഴ്സിറ്റികളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആക്ട്. അപ്പൊ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളില് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ഇല്ലേ, ആ പ്രസിഡന്റ് വിസിറ്റർ ആണ്, ഇടയ്ക്കിടയ്ക്ക് വരും. ഓക്കെ. അപ്പൊ ആ യൂണിവേഴ്സിറ്റികളില് പ്രസിഡന്റ് നേരിട്ട് വരും. അപ്പൊ നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളില് ഉണ്ടാവുന്ന യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ ആ സംസ്ഥാനത്തിന്റെ ഗവർണർ ആണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കൺട്രോള് പ്രസിഡന്റിന്റെ കയ്യിലാണ്. അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ചാൻസലർമാരെ അപ്പോയിന്റ് ചെയ്യുന്ന എന്താ? ബൈ ദ പ്രസിഡന്റ്. ഓക്കെ. അപ്പൊ വിസിറ്റർ ആയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ വന്നിട്ട് ആ യൂണിവേഴ്സിറ്റികളിൽ ചാൻസലറെ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്തിട്ട് അങ്ങ് പോകും. ഓക്കെ. ഇതാണ് അതിന്റെ പോയിന്റ്. അതുപോലെ തന്നെ അതേ യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലറെ VC-നെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. അപ്പൊ അത് എങ്ങനെ വഴിയെ പോകുന്ന ഒരാളെയാണോ? അല്ല. അപ്പം അതൊരു വലിയ ലിസ്റ്റ് ഓഫ് ആൾക്കാരുണ്ടാവും.
ആ ആൾക്കാരെ പാനൽ ഓഫ് ദ നെയിംസ് പിക്ഡ് ബൈ സെർച്ച് ആൻഡ് സെലക്ഷൻ കമ്മിറ്റി SSC. അപ്പം സെർച്ച് സെലക്ട് സെർച്ച് ചെയ്ത് തേടി പിടിച്ച് കണ്ടുപിടിച്ച് ഒരു 10 പേരുടെ പേര് പ്രസിഡന്റിനോ അല്ലെങ്കിൽ ഗവർണർക്കോ കൊടുക്കും. ആ 10 പേരിൽ നിന്ന് നല്ല ഒരാളെ നോക്കി പ്രസിഡന്റോ ഗവർണറോ അപ്പോയിന്റ് ചെയ്യും യൂണിവേഴ്സിറ്റികളിൽ ആസ് വൈസ് ചാൻസലർ. ഇതാണ് അതിന്റെ പോയിന്റ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആ നോട്ടിൽ ഓർത്തു വെക്കണം. അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഇപ്പം സെൻട്രൽ ഗവൺമെന്റ് ഭരിക്കുന്നവർക്ക് ചിലപ്പം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഇടപെടാൻ പറ്റാതെ വരാം. അപ്പൊ അവരെന്ത് ചെയ്യും? വൈസ് ചാൻസലർമാരെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ ചില പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതാണ് അടുത്ത പോയിന്റ്. അങ്ങനെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലല്ലേ അടുത്ത ജനറേഷൻ കുട്ടികൾ വളർന്നു വരുന്നത്. അപ്പൊ അത് പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഈ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഉണ്ട് എന്ന് മനസ്സിലാക്കി. കേൾക്കുന്നില്ലടാ ക്രിസ്റ്റീന? സാർ, ആ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒന്നുകൂടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ. ഏതാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ സ്ക്രീൻഷോട്ട് എടുക്കാനാണോ? അതെ. ഞാൻ ഈ PDF അയച്ചു തരുന്നുണ്ട് ഓക്കെ. കേട്ടോ. നീ അത് നോക്കി പഠിച്ചാൽ മതി. സ്ക്രീൻഷോട്ട് എടുക്കണ്ട, കേട്ടിരുന്നാ മതി കേട്ടോ. ഇത് ഫുള്ള് ഞാൻ ഇതുപോലെ അയച്ചു തരാം. യെസ്. അപ്പം നോക്കൂ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും മറ്റ് യൂണിവേഴ്സിറ്റികളിലും ചാൻസലർമാരായിട്ടിരിക്കുന്ന ആളാരാ? ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റ്. പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി. അപ്പൊ വൈസ് ചാൻസലർമാരെ ആര് അപ്പോയിന്റ് ചെയ്യും? ഇതേ ഗവർണർമാരെ അപ്പോയിന്റ് ചെയ്യും. ആ അപ്പോയിന്റ്മെന്റിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പം യൂണിവേഴ്സിറ്റികളെ ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിൽ നിന്ന് മാറ്റി നിർത്തണ്ടേ? അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഉണ്ടോ? ഇൻസുലേറ്റ്. ഇൻസുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസൊലേറ്റ്, അവരെ അതിൽ നിന്ന് മാറ്റുന്നത്. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഇത് പഠിക്കാൻ വേണ്ടി, ഇങ്ങനെ ഉണ്ടാവരുത് എന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 2 കമ്മീഷൻ വെച്ചു. ഒന്ന് സർക്കാരിയ കമ്മീഷൻ. ഓക്കെ, വേറൊന്നുമില്ല. യൂസ് ഓഫ് ഡിസ്ക്രിഷൻ ബൈ സം ഗവർണേഴ്സ് ഇൻ സം യൂണിവേഴ്സിറ്റി അപ്പോയിന്റ്മെന്റ്സ് ഹാഡ് കം ഇൻ ടു ക്രിറ്റിസിസം. അപ്പൊ ഒരു ജസ്റ്റിസ് ആയിരുന്നു പഴയ RS സർക്കാരിയ. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, ഇതിന് പരിഹാരം വേണം. ഓക്കെ, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെ വേറെ നിങ്ങൾ തിരിച്ചു നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട മറ്റൊരു കമ്മിറ്റിയാണ് MM പൂഞ്ചി കമ്മിറ്റി. ഓക്കെ, അവരും ഈ വിഷയത്തിൽ ഇടപെട്ടു. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളുമായിട്ട് ബന്ധപ്പെട്ട് ഗവർണർമാർക്കും പ്രസിഡന്റുമാർക്കും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്നതായിട്ട് ഉള്ള പോയിന്റ്. ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെച്ചോളാം. ദിസ് ദ ഫസ്റ്റ് ഏരിയ വി നീഡ് ടു ഡിസ്കസ്. സെക്കൻഡ്, ഈ നോട്ടിലുള്ള രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് റീം നേവൽ ബേസ്. ഇത് പത്രത്തിലൊക്കെ വരുന്ന ന്യൂസ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ന്യൂസുകൾക്ക് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം റീം നേവൽ ബേസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നിങ്ങൾ വേൾഡ് മാപ്പ് എടുക്കുക അല്ലെങ്കിൽ ഗൂഗിൾ അടിച്ച് നോക്കിയാലും മതി. അവിടെ നമുക്ക് പല രാജ്യങ്ങളുണ്ട്. അപ്പൊ അതിലൊരു വലിയ രാജ്യമാണ് കംബോഡിയ. ഇന്ത്യയുടെ ബേ ഓഫ് ബംഗാളിന്റെ അപ്പുറേ ഇന്തോനേഷ്യയുടെ ഒക്കെ മുകളിലായിട്ട് കിടക്കുന്ന ഒരു കുഞ്ഞു രാജ്യമാണ് കംബോഡിയ. അപ്പൊ ഈ കംബോഡിയക്കും അതുപോലെ തന്നെ തായ്ലൻഡ് എന്നുള്ള രാജ്യമുണ്ട്. ഓക്കെ, അപ്പൊ ഈ കംബോഡിയയുടെയും തായ്ലൻഡിന്റെ ഇടയിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പടം വരച്ച് കാണിച്ച ഇങ്ങനെ ഒരു രാജ്യമാണെന്ന് വിചാരിക്കാം. ഇത് നമ്മുടെ ഇന്ത്യ പ്ലസ് പോലെ. ഓക്കെ, ഇത് ബേ ഓഫ് ബംഗാള്, ഇത് ബേ ഓഫ് ബംഗാള്. ഓക്കെ, ഇത് കംബോഡിയ, ഇവിടെ തായ്ലൻഡ്. ഇതിന്റെ ഇടയിൽ കൂടെ എന്തുണ്ട്? കുറച്ച് വെള്ളമുണ്ട്. അപ്പൊ ഇതിലൂടെ കപ്പലൊക്കെ ചൈനയിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. അപ്പൊ ഇത് ബേ ഓഫ്, ഇപ്പൊ താഴെ എന്താ? ഇന്ത്യൻ ഓഷ്യൻ. ഇത് അറബിക്കടൽ അല്ലെങ്കിൽ അറേബ്യൻ സീ. അപ്പൊ അറബിക്കടലിന്റെ സൈഡിൽ കൂടെ വന്ന ഒരു കപ്പല് ഇന്ത്യൻ ഓഷ്യനിലെ ബേ ഓഫ് ബംഗാളിൽ കൂടെ, ഇന്ത്യൻ ഓഷ്യൻ കൂടെ വന്ന് ബേ ഓഫ് ബംഗാളിൽ കൂടെ കയറി ഈ കുഞ്ഞ് ഗ്യാപ്പിൽ കൂടെ കയറി വേണം ചൈനയിലോട്ട് പോകാൻ. അതുകൊണ്ട് തന്നെ ഈ ഏരിയ എന്ന് പറയുന്ന സ്ഥലം എന്തായിരിക്കും? വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അപ്പൊ ചൈനയുടെ കപ്പലുകൾ ഏറ്റവും കൂടുതൽ പോകുന്ന ഈ വഴി ആയതുകൊണ്ട് ഇത് ഭയങ്കര സെക്യൂരിറ്റി ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ്. ഓക്കെ, മാപ്പ് നിങ്ങൾ ഗൂഗിൾ എടുത്ത് നോക്കിയാൽ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പൊ മാപ്പ് എടുത്ത് നോക്കിയാൽ. അപ്പൊ ഇവിടെ എന്താണ്? കംബോഡിയ എന്ന രാജ്യവും തായ്ലൻഡുമായിട്ടുള്ള രാജ്യത്തിന്റെ ഇടയിൽ ആ ഒരു സ്ഥലത്ത് കുറച്ച്, ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ വെള്ളം കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിനെയാണ് മലാക്ക സ്ട്രൈറ്റ് എന്ന് പറയാം. മലാക്ക സ്ട്രൈറ്റ്. ആ മലാക്ക സ്ട്രൈറ്റില് അല്ലെങ്കിൽ ആ ഏരിയയില് ചൈന
ഓക്കെ, ഒരു നേവൽ ഔട്ട് പോസ്റ്റ്, അവരുടെ ഒരു നേവിയുടെ ഓഫീസ് ഓപ്പൺ ആക്കി, അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഓപ്പൺ ആക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ചൈനയായിട്ട്, ഈ കംബോഡിയ എന്നുള്ള രാജ്യവും ചൈനയും തമ്മിൽ എന്തുണ്ടായിരിക്കണം, ഒരു ബിസിനസ് കോർപ്പറേഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും, അവിടെ അങ്ങനെ ഒരു സംഭവം പണിയാനുള്ള മെയിൻ റീസൺ എന്തായിരിക്കും? ചൈനയ്ക്ക് നാളെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ അതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്. അപ്പം ചൈന സൈൻഡ് എ പാക്ട്, സീക്രട്ട് പാക്ട് അലോയിങ് ചൈന എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് ദ നേവൽ ബേസ് ഓൺ ദ ഗൾഫ് ഓഫ് തായ്ലൻഡ്. അപ്പൊ തായ്ലൻഡിന്റെ തീരത്തുള്ള ഒരു നേവിയുടെ ഓഫീസ് അവർക്ക് ഉപയോഗിക്കാൻ തുറന്നു കൊടുക്കുവാണ് എന്ന് പത്രവാർത്ത വന്നു എന്നുള്ളതാണ് ഈ റീം നേവൽ ബേസ് പോപ്പുലർ ആവാനുള്ള കാരണം. അതുകൊണ്ടാണ് ആ ബേസിന്റെ പേരാണ് റീം നേവൽ ബേസ്. അപ്പൊ റീം നേവൽ ബേസ് എവിടെയാണ്? റീം നേവൽ ബേസ് ഈസ് എ ഫെസിലിറ്റി ഓപ്പറേറ്റ് ബൈ ദ റോയൽ കംബോഡിയൻ നേവി, കംബോഡിയയുടെ സ്ഥലമായിരുന്നു, ഓൺ ദ കോസ്റ്റ് ഓഫ് ഗൾഫ് ഓഫ് തായ്ലൻഡ് ഇൻ ദ പ്രൊവിൻസ് ഓഫ് ഷിനോവിക്കിൽ, സ്ഥലമാണ് കംബോഡിയ. ഓക്കെ, അപ്പം റീം ഓഫ് ആ സ്ഥലത്ത് ചൈന അവരുടേതായ ഇമ്പോർട്ടൻസ് ഉള്ള കപ്പൽ കൊണ്ട് അടുപ്പിച്ച് അവരവിടെ സെറ്റിലായി. ഓക്കെ, അതുകൊണ്ട് അത് പത്രത്തിലെ വലിയൊരു ന്യൂസ് ആയിട്ട് വന്നു. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെച്ചോളാം. അപ്പൊ ചൈന ഇത് ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. ജിബോട്ടിയില് വേറൊരു സ്ഥലത്തും ഇതുപോലെ 2017 തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും അത് ചൈനയുടെ ഒരു വലിയൊരു സ്ട്രാറ്റജിക്കൽ പ്ലാൻ ആണ്. നമ്മളെ സംബന്ധിച്ച് റീം നേവൽ ബേസ് എവിടെയാണ്, സ്ട്രേറ്റ് ഓഫ് മലാക്ക എവിടെയാണ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർത്തു വെച്ചു. അടുത്ത നോട്ട് ഈ നമുക്ക് പഠിക്കാനുള്ള ഈ ഷീറ്റിനകത്തെ നോട്ടാണ് കാർബൺ ബോംബ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മുടെ ഭൂമിക്കകത്ത് ഇതാണ് ഭൂമി. ഭൂമിക്കകത്ത് പല സ്ഥലങ്ങളിലും കാർബൺസ് അല്ലെങ്കിൽ പെട്രോളിയം ഇരിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. പെട്രോളിയം ഖനികൾ ഭൂമിക്കടിയിൽ ഒളിച്ചിരിപ്പുണ്ട്. ഈ പെട്രോളിയം എവിടെയാണോ ഉള്ളത് അവിടെ പോയി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ മൈൻ ചെയ്ത് പുറത്തേക്ക് എന്ത് കൊണ്ടുവരും? ക്രൂഡ് ഓയിൽ കൊണ്ടുവരും. ക്രൂഡ് ഓയിൽ. ഈ ക്രൂഡ് ഓയിലിനെ നമ്മൾ പെട്രോൾ ആക്കിയിട്ടും ഡീസൽ ആക്കിയിട്ടും കെറോസിൻ ആക്കിയും ഒക്കെ മാറ്റും, അല്ലെങ്കിൽ ഗ്യാസ് ഒക്കെ ആയിട്ട് മാറ്റും. എന്നിട്ട് ഈ സാധനങ്ങൾ നമ്മൾ പെട്രോൾ നമ്മുടെ എവിടെ ഉപയോഗിക്കും? കാറിന്റെ അകത്ത് ഉപയോഗിക്കും, അല്ലെങ്കിൽ ലോറി, ബസ്, എല്ലാ ഓട്ടോമൊബൈൽസ് ഉപയോഗിക്കും. എന്നിട്ട് ഈ കാറിന്റെ ഔട്ട് സൈഡിലേക്ക് എന്താ വരിക? കാർബൺ ഡൈ ഓക്സൈഡ് വരിക. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഒത്തിരി ആയിട്ട്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് CO ഒക്കെ ഒത്തിരി ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് ഓസോണിന് പ്രശ്നം ഉണ്ടാക്കും. ഓസോണിന് പ്രശ്നം ഉണ്ടാക്കി എന്ത് പറ്റും? നമ്മുടെ ഇവിടെ അൾട്രാ വയലറ്റ് UV റേസ് അല്ലെ ഇൻഫ്രാറെഡ് റേസ്, ചൂട് കൂടുതലുള്ള സൂര്യപ്രകാശങ്ങൾ ഭൂമിയിലേക്ക് വീഴും. അങ്ങനെ വീഴുമ്പോൾ ഭൂമിയിൽ അത് വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള മനുഷ്യനടക്കമുള്ള ജീവികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ എന്തായി മാറും? അത് ഒരു ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും. ഗ്ലോബൽ വാർമിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഗ്ലോബൽ വാർമിംഗ് ഉണ്ടായാല് നമ്മുടെ ഭൂമിയുടെ മോൾ ഭാഗത്തും അതുപോലെ തന്നെ താഴ്ഭാഗത്തും ഒക്കെ ഉള്ള ഐസുകൾ ഉരുകാൻ തുടങ്ങും. അത് ഉരുകുന്നത് ഫാസ്റ്റ് ആയാൽ ഇവിടുത്തെ വാട്ടർ ലെവല് കൂടും. വാട്ടർ ലെവൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? വാട്ടർ ലെവൽ കൂടിയാല് എർത്ത് ഒരു ഫുൾ വാട്ടർ കവേർഡ് ഭൂമിയായിട്ട് മാറും. സോ വാട്ടർ വേൾഡ് എന്നൊരു കൺസെപ്റ്റ്. ഇത് വലിയ പ്രശ്നമല്ലേ? ഇങ്ങനെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ എന്താ വഴി? ഭൂമിക്കടിയിൽ ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കാത്ത ക്രൂഡ് ഓയിലിന്റെ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചാലും ഇനി അത് തൊടണ്ട, അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ മതിയല്ലോ എന്ന തീരുമാനത്തിലേക്ക് നമ്മൾ വരും. അല്ലെങ്കിൽ നമ്മളല്ല, കുറച്ച് എൻവയറമെന്റലിസ്റ്റുകളാണ് വരുന്നത്. ഞാൻ നിങ്ങളൊന്നും വരില്ല. കാരണം നമുക്ക് അങ്ങനെ ആര് ചത്തുപോയാലും പ്രശ്നമില്ല, നമുക്ക് നമ്മുടെ കാര്യം നടക്കാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പക്ഷെ അവരങ്ങനെ ആലോചിക്കുന്നു. അപ്പൊ അവര് എന്താ, ഗ്രൂപ്പ് ഓഫ് എൻവയറമെന്റലിസ്റ്റ് ലോയേഴ്സ് ആൻഡ് ആക്ടിവിസ്റ്റ് ഹാവ് കം ടുഗദർ, ഐഡന്റിഫൈ ആൻഡ് ഡിഫ്യൂസ് ദ കാർബൺ ബോംബ്സ്. ഞാൻ ഈ പറഞ്ഞതുപോലെ കണ്ടുപിടിക്കുക, പിന്നെ അത് ഉപയോഗിക്കരുത്. ഓക്കെ, അപ്പൊ അവര് പറയുന്നത് വളരെ സത്യസന്ധമായ കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് ഈ പാരഗ്രാഫിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതില് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലം ലിംഗോ ആണ്. ലിംഗോ എന്ന് പറഞ്ഞാല് അതിന്റെ മീനിങ് ലീവ് ഇറ്റ് ഇൻ ദ ഗ്രൗണ്ട് ഇനിഷ്യേറ്റീവ്. അപ്പൊ ലീവ് ഇറ്റ് ഇൻ ദ ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കാം. അതായത് ലീവ് ഇറ്റ് ഇൻ ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീവ് ദ ഫോസിൽ ഫ്യൂവൽ ഇൻ ദ ഗ്രൗണ്ട് ആൻഡ് ലേൺ ടു ലീവ് വിത്തൗട്ട് ദ ഫോസിൽ ഫ്യൂവൽസിനെ അവിടെ തന്നെ ഇട്ടിട്ട് നമ്മൾ അല്ലാതെ ജീവിക്കാൻ, സൂര്യപ്രകാശ സൺലൈറ്റ് ഒക്കെ ഉപയോഗിച്ച് ഇപ്പൊ നിങ്ങൾ അറിയാൻ കണ്ടില്ലേ, നമ്മളിപ്പോ ലോകം മുഴുവൻ
സോളാർ അല്ലെങ്കിൽ പാനൽ ഉപയോഗിച്ചുള്ള വണ്ടികളും ഇലക്ട്രിക് വണ്ടികളിലേക്കൊക്കെ പയ്യെ മാറുവാണ്. സോ വൈ? ബിക്കോസ് ഓഫ് ദിസ് ലിങ്കോ കാർബൺ ബോക്സ്. ഇത്രയും പോയിന്റ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫയർ ഷീറ്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യുവാണ്, ശ്രദ്ധിച്ചോളാം. ഓക്കെ, ഒന്ന് നമ്മൾ പഠിച്ചത്, ഏതാ പഠിച്ചത്? വി ഡിസ്കസ് അബൌട്ട് ദ ഗവർണർ ഫസ്റ്റ്. അപ്പൊ അതിൽ കമ്മിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മ. 2 ഈസ് വി ഡിസ്കസ് അബൌട്ട് ദ റീം നേവൽ ബേസ്. ഓക്കെ, 2 പോയിന്റ്സ്. പിന്നെ ഒരേ ഒരു പോയിന്റ്സ് മാത്രമേ നമ്മൾ എക്സ്ട്രാ നോക്കിയിട്ടുള്ളൂ. ദാറ്റ് ഈസ് അബൌട്ട് ദ കാർബൺ ബോംബ്. ഓക്കെ, അപ്പൊ ഇന്ന് 1, 2, 3 കാര്യങ്ങൾ മാത്രമേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അത് നന്നായിട്ട് ഓർത്തു വെക്കുക. കൂടാതെ നമ്മൾ ആർട്ടിക്കിൾ 14 തൊട്ട് 32 വരെ ഒരു ബ്രീഫ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്, അത് ഓർത്തു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പിന്നെ എനിക്ക് ഇത്രയാണ് പറയാനുള്ളൂ. ഞാനിവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ബിഫോർ ദാറ്റ് ഐ ഹാവ് സർട്ടൻ ക്വസ്റ്റ്യൻസ് ഫോർ യു. നിങ്ങൾക്ക് എന്റെ ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്യാം, പക്ഷെ ഞാൻ പറയുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ട് പൊക്കൂടാ. ഓക്കെ, ആൻഡ് 1 minute. Nobody will leave. Okay, എനിക്ക് 2 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. Okay, and the first question, one minute. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ വൈറ്റ് ബോർഡ് എടുത്തോട്ടെ. ഒരു മിനിറ്റ്, എന്റെ വൈറ്റ് ബോർഡ് വർക്ക് ആവുന്നില്ല. സാരില്ല. ഓക്കെ, വേറൊരു മെത്തേഡ് ആയിരിക്കും. ഇടിമിന്നൽ അല്ലോ. യെസ്, 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. ചാറ്റ് ബോക്സിൽ 2 ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടാൽ നിങ്ങൾക്ക് പോവാം. ഒന്ന്, ഓക്കെ, നമ്മുടെ ഫുഡ് സേഫ്റ്റി ഇൻഡെക്സില് യൂണിയൻ ടെറിട്ടറിയില് ലോ റാങ്കിങ് ഉള്ളത് ആരാണ്? ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലോ റാങ്കിങ് ഉള്ള സ്ഥലം, യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ കേന്ദ്രഭരണ പ്രദേശം, അതിൽ ഏറ്റവും ലോ റാങ്കിലുള്ളത് ആരായിരുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിന്റെ ആൻസർ ടൈപ്പ് ചെയ്യുക. രണ്ടാമത്തെ ആൻസർ ബ്രഹ്മോസ്. ഓക്കെ, ബ്രഹ്മോസിന്റെ ഫുൾ ഫോം ഡാഷ് പ്ലസ് ഡാഷ്, 2 റിവേഴ്സ് ആണ്. ഈ 2ന്റെ ആൻസർ ചാറ്റ് ബോക്സിൽ ഇട്ടവർക്ക് ഓക്കെ, വേഗം ചാറ്റ് ബോക്സിൽ ഇടുക, ദെൻ ലീവ് ചെയ്തിടുക. ഒന്ന്, സേഫ്റ്റി ഇൻഡെക്സിലെ ഏറ്റവും ലോ റാങ്ക്, ശ്രദ്ധിക്കണം, യൂണിയൻ ടെറിട്ടറികളിൽ ലോ റാങ്ക്, ആൻഡ് ബ്രഹ്മോസിന്റെ ഫുൾ ഫോം. സാറേ അതൊന്നും കേട്ടില്ല സാറേ. എന്നടാ സാറേ ഇതൊന്നും കേട്ടില്ല, അന്നേരം റേഞ്ച് കട്ടായിരുന്നു. നിനക്ക് ആ നോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ നോട്ട് കിട്ടിയോ? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ ആ നോട്ട് കൂടെ ഞാൻ ഇന്ന് അയച്ചു തരാം കേട്ടോ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യോ, നീ എനിക്ക് ആർട്ടിക്കിൾ വേണ്ട, നീ എനിക്കൊരു കാര്യം അയച്ചു തന്നാൽ മതി. ഏത് വർഷമാണ് നമ്മൾ റൈറ്റ് ടു പ്രോപ്പർട്ടി റിമൂവ് ചെയ്തത്?
എന്നിട്ടാ മതി. 44 അമെന്റ്മെന്റ് 1978. Okay, you can leave the session. ഓക്കെ സാർ, താങ്ക് യു. ചാറ്റ് ബോക്സിൽ ആൻസർ ഇട്ടവർക്ക് പോവാം കേട്ടോ. ഒരു മിനിറ്റ് ഞാൻ പറയാം, പറയുന്നൊരു പൊക്കോളാം. ക്രിസ്റ്റീന യു ക്യാൻ ലീവ്. ഓക്കെ, ദയ യു ക്യാൻ ലീവ്. ആർഷ മോഷ്യ എന്നല്ല കേട്ടാ, വേറൊരു റിവറാ. ഓക്കെ, എനിവേ യു ക്യാൻ ലീവ്. അഞ്ജലി യു ക്യാൻ ലീവ്. എല്ലാത്തിന്റെ സ്പെല്ലിംഗ് വേറെ എന്നാലും സാറില്ല, പോട്ടെ. രത്തൻ ഡേവിസ് യു ക്യാൻ ലീവ്. ആദിത് യു ക്യാൻ ലീവ്. യെസ്, ക്രിസ്റ്റീൻ യു ക്യാൻ ലീവ് ദ ക്ലാസ്. ഐറിൻ യു ക്യാൻ. മോസ്കോ അല്ല ഐറിനെ. ബ്രഹ്മപുത്ര കറക്റ്റാ, പക്ഷെ റിവർ വേറെയാ, മറ്റേ റിവർ. ഓക്കെ, ശ്രീലക്ഷ്മി യു ക്യാൻ ലീവ്. അലീന യു ക്യാൻ ലീവ്. മോസ്കോ ബയ്യ ബൈ എനിക്ക് ബൈ തന്നിരിക്കും. ഓക്കെ, അലീന ആൻഡോ യു ക്യാൻ ലീവ്. ഓക്കെ, അലീന യു ക്യാൻ ഓൾസോ ലീവ്. യെസ്, ശ്യാം. മോസ്കറാന്നൊന്നും അല്ല, എനിവേ ശ്യാമെ കുഴപ്പമില്ല, യു ക്യാൻ ലീവ്. അനീറ്റ ആദ്യത്തെ ആൻസർ ഇട്ടില്ല. ഓക്കെ, എനിവേ യു ക്യാൻ ലീവ്. അജിയോ A.Gio എന്നാണോടാ അതോ അജിയോ എന്നാണോടാ? അത് അറിയാണ്ട് വന്നാ സാറേ. എങ്ങനെ പേര്? ജിയോ. സൂര്യടാ, നീ ഇട്ടോണ്ട് ഞാൻ അജിയോ വിളിച്ചോണ്ടിരിക്കണം കേട്ടോ, സോറി. അത് അറിയാണ്ട് വന്നതേ ആദ്യം. നീ എനിക്ക് പറയണ്ടേ, ജിയോ എന്ന് പറയണ്ടേ? ജിയോനെ ഇന്ത്യ മുട്ട അറിയില്ലേ, പിന്നെന്ത്? സാറേ. Okay, so Gio, you can also leave the session, no problem. Ratan Davis, you can leave. Yes, Anita Thomas, you can leave. Anna Teresa, you leave. You can leave. Good. Niranjana, leave Idolu. Anarka, leave Yam. Amal Raj, leave Yam. Anushree, leave Yam. Mohammed, leave Yam. Mohammed, എല്ലാ ക്ലാസ്സിലും കയറിക്കോട്ടോ, ഇടയ്ക്കുള്ള ക്ലാസ് മിസ് ചെയ്യണ്ട. Okay. Emuna, you can leave. Abraham, you can leave. Yes, Aditya, very good, leave here. Sam Franco, you can leave. Sam. Reshmi, you can leave, very good. Maria, you can leave. Maria. Ashwini, you can leave. Yes, very good everyone. ഒന്നായിട്ട് പോണ്ട്, ബാക്കിയുള്ളവർ ചെയ്യാം. Yes. Okay, so the answer is Lakshadweep ആണ് ഒന്നാമത്തെ ആൻസർ. രണ്ടാമത്തെ ആൻസർ ബ്രഹ്മപുത്രയും മോസ്കോവ എന്ന റിവറും. Okay, so that's all for today everyone. You can leave the session. Good night.